ഗുഡ് ഈവനിംഗ്. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24 കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് മഴ അതിശക്തമായി പെയ്യുകയാണ്. ഒരു നാടാകെ മണ്ണെടുത്ത് വർഷമൊന്ന് തികയാറായിട്ടും തല ചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യരുണ്ട് പടവെട്ടിക്കുന്നിൽ. ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ളവർ പുനരധിവാസ പട്ടികയിൽ വന്നപ്പോഴും പടവെട്ടിക്കുന്നുകാർ പുറത്തായിരുന്നു. വയനാട് ചൂരൽമലയിൽ വാസയോഗ്യമെന്ന് ജോൺ മത്തായി കമ്മിറ്റി അടയാളപ്പെടുത്തിയ ഇടമാണ് സ്കൂൾ റോഡിലെ പടവെട്ടിക്കുന്ന്. പക്ഷേ നോ ഗോ സോണിൽ ഉൾപ്പെട്ട ചൂരൽമല സ്കൂൾ റോഡ് കടന്നു വേണം പടവെട്ടിക്കുന്നിലെത്താൻ. കനത്ത മഴയെ തുടർന്ന് പടവെട്ടിക്കുന്നിലേക്കുള്ള വഴി അടഞ്ഞു. റിസോർട്ടുകളെ സംരക്ഷിക്കാൻ സർക്കാർ പടവെട്ടിക്കുന്നുകാരെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നില്ലെന്നാണ് ഇവിടുത്തെ 27 കുടുംബങ്ങളുടെ ആരോപണം. പടവെട്ടിക്കുന്നിലേക്കുള്ള വെള്ളാർമല സ്കൂൾ റോഡാണിത്. കനത്ത മഴയിൽ ഈ റോഡ് വീണ്ടും പുഴയായി മാറിയിരിക്കുകയാണ്. ദുരന്തത്തിനിപ്പുറവും താൽക്കാലികമായി ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഈ റോഡുണ്ടായിരുന്നത്. വെള്ളം കുത്തിയൊലിച്ച് ഇവിടം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ പടവെട്ടിക്കുന്നിലെത്താൻ പ്രകൃതിയോടൽപ്പം പടവെട്ടേണ്ടി വരും. 6 ദിവസമായി പെയ്യുന്ന മഴയിൽ സ്കൂൾ റോഡിന്റെ സ്ഥിതി ഈ വിധമാണ്. ഇതെല്ലാം തരണം ചെയ്തു വേണം അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. ഉരുൾ ബാക്കി നിർത്തിയ കൂറ്റൻ പാറകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാം. പടവെട്ടിക്കുന്നിലേക്ക് വഴിയടഞ്ഞിട്ടും താമസയോഗ്യം എന്നാണ് ജോൺ മത്തായി കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതിനാൽ തന്നെ സർക്കാർ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ് ഈ 27 കുടുംബങ്ങൾ. നമ്മളിവിടെ താമസിക്കാൻ പറ്റില്ല, പല രീതിയിൽ നമുക്ക് പേടിയാണ്, ബേജാറാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാണ്. പക്ഷേ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട നിർബന്ധമായിട്ട് ഏറ്റെടുക്കണം. ഈ 27 കുടുംബത്തിന് ഏറ്റെടുക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ ഒരു 9,000 റുപ്യ നമുക്ക് തരാമെന്ന് പറഞ്ഞു, അത് നമുക്ക് ഇതേ സമയത്ത് കിട്ടിയിട്ടില്ല. അതുപോലെ 6,000 റുപ്യ വാടക തരുന്നുണ്ട്, അത് നമുക്ക് സമയത്ത് കിട്ടുന്നില്ല. ഇവർ പറയുന്നതൊന്നും പ്രവൃത്തി വേറൊന്നുമാണ് സാറേ ഉള്ളത്. കോടികൾ ചെലവിട്ട് പടവെട്ടിക്കുന്നിലേക്ക് പാത നിർമ്മിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. ഇതിലെ ഒരു ഭാഗം മാത്രം മതി 27 കുടുംബങ്ങളെ കൂടി പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തി വീട് നൽകാൻ എന്നാണ് ഇവിടുത്തുകാരുടെ മറുപടി. വഴിയടഞ്ഞ പ്രദേശത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്നും ഇവർ ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നു. ആശങ്ക തന്നെയാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിൽ നിൽക്കുക, അവിടുന്ന് വന്നതാണ്. ഞങ്ങളുടെ റോഡ് എന്താ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടി. ഇപ്പോൾ കണ്ടില്ല അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ എങ്ങനെ. ചെറിയൊരു മഴ പെയ്തപ്പോൾ എങ്ങനെ, ഇനി മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ദുരന്ത സാധ്യതാ മേഖലകളെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി പടവെട്ടിക്കുന്നിന് മുകളിൽ 2020 ഉണ്ടായ ഉരുൾപൊട്ടൽ പ്രദേശം പരിശോധിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിൽ ഇവരെല്ലാം വിവിധ വാടക വീടുകളിലാണ് താമസിക്കുന്നത്. പ്രദേശത്ത് ആൾതാമസം ഇല്ലാതായതോടെ ആന കുത്തിമറിച്ചിട്ട കൃഷിയിടങ്ങളാണ് ഇവിടുത്തേതിൽ ഏറെയും. സർക്കാർ പുനരധിവാസ പദ്ധതിക്ക് പുറത്തായാൽ ജീവൻ പണയം വെച്ച് ഇവിടെ കഴിയേണ്ട ഗതികേടിനെ കുറിച്ച് ഓർക്കാൻ പോലും ഈ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരാണ് പടവെട്ടിക്കുന്നുകാരും റാട്ടപ്പാടിക്കാരും. അന്തിമ ലിസ്റ്റിൽ തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഈ മഴപ്പെയ്ത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ടതെല്ലാം പ്രിയപ്പെട്ടവരിൽ പലരും ഉരുളെടുത്തു പോയ നാട്ടിലാണ് അവർ ജീവിക്കുന്നത്. പടവെട്ടിക്കുന്നുകാർക്ക് മഴയ്ക്കൊപ്പം ആശങ്കയും കനക്കുകയാണ്. കോടികൾ ചെലവിട്ട് പടവെട്ടിക്കുന്നിലേക്ക് റോഡ് പണിയുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഈ 27 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തുകയെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന പടവെട്ടിക്കുന്ന് നിവാസികളെ ഇനിയും ദുരിതത്തിലാക്കരുത്. നോക്കാം ചില പ്രതികരണങ്ങൾ. നമ്മൾ പല രീതിയിലും പല ആളുകളുമായി പല രീതിയിൽ നമ്മളെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും
പല ഓഫീസുകളിലും കയറി ഇറങ്ങിയതാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇപ്പോഴും ഇന്ന് വരും നാളെ വരുന്ന ഓരോ ലിസ്റ്റുകൾ വരിക എന്നല്ലാതെ ഞങ്ങൾ 27 കുടുംബങ്ങൾ ഇന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ സ്കൂൾ വിട്ടിട്ട് ഇതിൽ പോകേണ്ട കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. എല്ലാവർക്കും ആർക്കും ആലോചിച്ചാലും അറിയുന്ന ഒരു കാര്യമാണ് ഇതിൽ പോകാൻ പറ്റില്ല എന്നുള്ളത്. എന്നിട്ടും ഞങ്ങളെ സർക്കാർ ഇതിൽ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പുനരധിവാസം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 27 കുടുംബത്തിന് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പുറകിൽ കുറേ റിസോർട്ട് മാഫിയകളുടെ കളി ഉണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ ബലിയാടാക്കിയിട്ട് അവർക്ക് കുറച്ച് ആൾക്കാർക്ക് ഇവിടെ റിസോർട്ട് നിലനിർത്തണം, എന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ റോഡ് ഉണ്ടാക്കി തരാം അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയുണ്ട്, ഇവിടെ ഇനിയും ജീവിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. പോകാനുള്ളവരൊന്ന് ഒഴിവാക്കിയിട്ട് സർക്കാർ ഒഴിവാക്കി കൊടുത്താൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ തേയില വെട്ടണം എന്നുണ്ടെങ്കിൽ വണ്ടി പോകാനുള്ള ഒരു സംവിധാനമല്ല. അതുപോലെ പൊതുവെ ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, വീട് ലിസ്റ്റിൽ പെടാതെ. അതൊക്കെ ഗവൺമെൻറ് ഒന്ന് പുനഃപരിശോധിക്കണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ പടവെട്ടിക്കുന്നിനെ മാത്രമല്ല ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ദുരിതം പേറുന്ന ഇനിയും ഏറെ ഇടങ്ങളുണ്ട്. അത്തരമൊരിടമാണ് വിലങ്ങാട്. വിലങ്ങാട് ഇപ്പോഴും വിലാപം തുടരുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സർക്കാർ തഴഞ്ഞുവെന്നാരോപിച്ച് നാളെ വിലങ്ങാട് ഹർത്താലാണ്. കോൺഗ്രസും BJPയുമാണ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, നാളുകളായി പ്രതിഷേധത്തിലാണ് വിലങ്ങാട്ടുകാർ. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം തന്നെ സർക്കാരിന്റെ ശ്രദ്ധ, പുനരധിവാസ പ്രവർത്തനങ്ങളിലെല്ലാം ശ്രദ്ധ ഉണ്ടക്കൈ ചൂരൽമലയിൽ മാത്രമാണ് എന്ന വലിയ പരാതി, സങ്കടം വിലങ്ങാടുകാർ പങ്കുവെക്കുന്നതാണ്. ഇപ്പോഴും പ്രഖ്യാപനങ്ങൾ, പണം അനുവദിക്കുന്നു, നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴും വിലങ്ങാട്ട് ഇനിയും നീതി ലഭിക്കാത്ത അല്ലെങ്കിൽ സഹായം ലഭിക്കാത്ത മനുഷ്യരുണ്ടോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ പരാതി? ഗൂഗിൾ, അത് തന്നെയാണ് വിലങ്ങാടുകാരുടെ പ്രധാന പരാതി. അവർക്ക് ഒരു വർഷമായി ഇപ്പോൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്, പക്ഷേ നാളിതുവരെയായി കൃത്യമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ന് കടന്നത്. വില്ലേജ് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു. പിന്നീട് അത് നേരിയ സംഘർഷത്തിലേക്കൊക്കെ വഴിമാറി. ഇതിന് പിന്നാലെയാണ് നാളെ ഇപ്പോൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലിന് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. BJPയും കോൺഗ്രസും സംയുക്തമായാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഗോകുൽ ചൂണ്ടിക്കാട്ടേണ്ട ഏറ്റവും വലിയ പ്രശ്നം, ഇവർക്ക് ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ചില ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ഒരു ആരോപണം കൂടി നേരത്തെ തന്നെ വിലങ്ങാടുള്ളവർ ഉന്നയിച്ചതാണ്. അനർഹരായവർ ഈ ലിസ്റ്റിൽ കയറിപ്പറ്റുകയും അർഹരായവർക്ക് ഈ ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കാത്ത വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലൊക്കെ ഒരു നടപടി ഉടനടി ഉണ്ടാവണം എന്നുള്ളതാണ് വിലങ്ങാടുകാരുടെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ മഴക്കാലത്താണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതിപ്പോൾ 1 വർഷം പിന്നിട്ടിരിക്കുന്നു. നിലവിൽ കഴിഞ്ഞ ദിവസവും അവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അതായത് വിലങ്ങാടുകാരുടെ ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് പ്രതിഷേധമുണ്ടായത്. അതിന് പിന്നാലെയാണ് നാളെ ഇപ്പോൾ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗൂഗിൾ, ശരി, ഉരുൾപൊട്ടി ഉരുളെടുത്ത് കൃഷിയിടമടക്കം ജീവനോപാധി അടക്കം നഷ്ടപ്പെട്ടവരാണ് വിലങ്ങാടുള്ളവർ. അവർക്ക് ഇപ്പോഴും കരകയറാനാവാത്ത സ്ഥിതിയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടെന്ന ആരോപണം പല ഘട്ടങ്ങളിൽ ഉയർന്നാണ്. ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലേക്ക് പോലും അവരെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് സാഹചര്യം. പാലക്കാട് കുമരംപുത്തൂരിലും കോട്ടപ്പാടത്തും കനത്ത മഴയിൽ വീടുകൾ തകർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോട്ടപ്പാടം പുറമ്പോക്കിൽ കുഞ്ഞലക്ഷ്മിയുടെ വീടും കുമരംപുത്തൂരിൽ K. അഫ്സൽ, കക്കാടൻ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളുമാണ് മരം വീണ് തകർന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പാലക്കാട് മഴ കനക്കുകയാണോ? ഈ മരം വീണിട്ട് വീടുകൾ തകർന്നതിനപ്പുറത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും പരിക്കില്ലല്ലോ അല്ലേ? ഉണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്ക് ഏറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ ശബ്ദം കേൾച്ചപ്പോൾ തന്നെ വീട്ടുകാർ എല്ലാവരും തന്നെ ഓടി മാറി. കുമരംപുത്തൂരിലും കോട്ടപ്പാടത്തുമാണ് ഇത്തരത്തിൽ വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുള്ളത്. കോട്ടപ്പാടം പുറമ്പോക്കിൽ കുഞ്ഞലക്ഷ്മിയുടെ വീട് മരം വീണാണ് തകർന്നത്. കുമരംപുത്തൂരിലാകട്ടെ K. അഫ്സൽ, കക്കാടൻ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളും മരം വീണ് തകർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മറ്റൊരു സങ്കടകരമായ കാര്യം, പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ വൈകിട്ടോടുകൂടി രാധാകൃഷ്ണൻ എന്നൊരാളുടെ വീട്ടുവളപ്പിൽ ഉണ്ടായിരുന്ന തെങ്ങ് കാറ്റിൽ പൊട്ടി വീണു. ഇതിൽ കാറും വീടും കാർ ഷെഡും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ആർക്കും തന്നെ പരിക്കുണ്ടായിരുന്നില്ല. കാരണം അവർ വീട്ടിലെ മറ്റൊരു മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. അട്ടപ്പാടിയിൽ അല്പസമയം മുൻപ് ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ചുരം തുടങ്ങുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. അവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അതെല്ലാം മാറ്റിയാണ് അവിടുത്തെ വാഹനങ്ങൾ സുഗമമായി വിട്ടത്. ശക്തമായ മഴ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. ഗോകുൽ,
ശരി, ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ 5 ദിവസത്തോളം മഴ ഇതേ നിലയിൽ അല്ലെങ്കിൽ കൂടുതൽ കനക്കും എന്ന മുന്നറിയിപ്പാണുള്ളത്. പാലക്കാടാണ് വലിയ നാശനഷ്ടമുണ്ടായത്, വീടും വാഹനവും അടക്കം തകർന്നിട്ടുണ്ട്. ഇപ്പോൾ വിപിൻ സി വിജയൻ അറിയിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. PV അൻവറിനായി പോസ്റ്ററുകൾ നിലമ്പൂർ മണ്ഡലത്തിലെവിടെയും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുന്നു. TMC വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ചുങ്കത്തറ കൂട്ടായ്മയുടെയും പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന ചർച്ചകൾക്കിടെയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും PV അൻവർ അല്പസമയത്തിനകം ഇന്ന് രാത്രി തന്നെ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തും കോഴിക്കോട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. PV അൻവറിന്റെ അവസാന പിടിവള്ളിയാണ് KC വേണുഗോപാൽ. ഇനി KC വേണുഗോപാലിൽ മാത്രമാണ് പ്രതീക്ഷയെന്ന് PV അൻവർ ഇന്ന് രാവിലെ പറയുകയും ചെയ്തു. ഇപ്പോൾ മണ്ഡലത്തിലുടനീളം PV അൻവറിനായി പോസ്റ്ററുകൾ വരുന്നു. മത്സരത്തിലേക്ക് എന്ന സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണി ഇന്ന് അൻവർ മുഴക്കിയ ശേഷമാണ് ഈ TMCയുടെ പേരിലുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് നിലമ്പൂരിൽ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. അല്പം മുമ്പ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. നിലമ്പൂരിൽ PV അൻവറിനായി പോസ്റ്ററുകൾ. PV അൻവർ തുടരും എന്നാണ് ഫ്ലെക്സ് ബോർഡുകൾ. TMC വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ചുങ്കത്തറ കൂട്ടായ്മയുടെയും പേരിലാണ് പോസ്റ്ററുകൾ. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന ചർച്ചകൾക്കിടെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിപിൻ സി വിജയനുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, വെയിറ്റ് ചെയ്യിച്ച് വഴിയിലാക്കിയെന്ന കടുത്ത വിമർശനം ഉന്നയിച്ച അൻവർ അവസാന പിടിവള്ളിയായി KC വേണുഗോപാലിനെ കാണാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഈ ഒരു അവസാനഘട്ട സമ്മർദ്ദമാണോ ഈ പോസ്റ്റർ? അതല്ല, മത്സരിച്ച് കരുത്ത് കാണിക്കണം UDF-ന് മുന്നിലെന്ന ആവശ്യം അണികൾക്കിടയിലുണ്ട്. അവരുടെ വികാരമാണോ? ഗൂഗിൾ UDF-ന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ അത് വഴിമുട്ടി ഒറ്റയ്ക്ക് PV അൻവർ മത്സരിക്കുമോ എന്നുള്ള ചോദ്യവും ആകാംക്ഷയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവറിന് വേണ്ടി അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരുന്നത്. PV അൻവർ തുടരും എന്നുള്ള പോസ്റ്ററുകളാണ്. അത് വഴിക്കടവിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. വഴിക്കടവ് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അവിടെ പോസ്റ്റർ വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ എടക്കര കൂട്ടായ്മ, ചുങ്കത്തറ കൂട്ടായ്മ എന്നൊക്കെ പേരിൽ സോഷ്യൽ മീഡിയയിലും ഈ വ്യാപകമായി പോസ്റ്ററുകൾ പ്രചരിക്കുന്നു. മലയോര ജനതയുടെ നായകൻ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. 2 ദിവസത്തിനകവും ഈ UDF-ന്റെ മുന്നണി പ്രവേശനത്തിൽ ഒരു കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ KC വേണുഗോപാലുമായി നടത്തുന്ന ചർച്ചയിലും ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും, മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിലേക്ക് എത്തുമെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ അണികളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗോകുൽ. ശരി, PV അൻവർ KC വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് അല്പം സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പാണ് വീണ്ടും പോസ്റ്ററുകൾ, അതും അൻവർ തുടരുമെന്ന പേരിൽ TMCയുടെ പേരിലാണ് പോസ്റ്ററുകൾ നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. വടകര ദേശീയപാതയുടെ സർവീസ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു എന്ന വാർത്ത വരുന്നു. വടകര ലിങ്ക് റോഡിന് സമീപം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് കുഴി രൂപപ്പെട്ടത്. റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആ കുഴി അടയ്ക്കാനുള്ള ശ്രമത്തിലാണ് കരാർ കമ്പനിക്കാർ. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും കിലോമീറ്ററുകൾ ദേശീയപാതയിൽ വടകര കോഴിക്കോട് പാതയിൽ വടകരയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഈ സർവീസ് റോഡിലുണ്ടായ ഗർത്തമാണ് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായിരിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് മേഘ കൺസ്ട്രക്ഷൻസ്. കാസർഗോഡ് പെരിയയിൽ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ മിക്സിംഗ് പ്ലാന്റ് മാലിന്യം ഒഴുക്കിവിടുന്നെന്നാണ് കണ്ടെത്തൽ. ദേശീയപാത നിർമ്മാണത്തിനായി തയ്യാറാക്കിയ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് മീങ്ങോത്ത് ഗ്രാമത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്നാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. ജൂൺ 15-നകം മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസന സ്വപ്നങ്ങൾ മുൻനിർത്തിയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മിക്സിംഗ് പ്ലാന്റ് ആരംഭിക്കാൻ മീങ്ങോത്ത ജനങ്ങളും സമ്മതം നൽകിയത്. 3.5 വർഷം മുൻപ് ഈ പ്ലാന്റ് ആരംഭിക്കുമ്പോൾ യാതൊരു പ്രതിഷേധങ്ങളും ഈ പ്രദേശത്തുണ്ടായില്ല. പക്ഷേ അത് തെറ്റായിപ്പോയെന്ന തോന്നലാണ് മേഘ കമ്പനിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. 3.5 വർഷം മുൻപാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ മീങ്ങോത്ത് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മേഘ കൺസ്ട്രക്ഷൻ കമ്പനി മിക്സിംഗ് പ്ലാന്റ് ആരംഭിച്ചത്. 6 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റിൻ്റെ പ്രവർത്തനം. ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും ദേശീയപാത നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോകുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന മാലിന്യം സംസ്കരിക്കാൻ
ശാസ്ത്രീയ സൗകര്യമില്ലാത്തതിനാൽ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് മലിനജലം താഴെയുള്ള ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നുവെന്നാണ് പരാതി. മിക്സിംഗ് പ്ലാനിൽ നിന്ന് വരുന്ന ദ്രാവക മാലിന്യങ്ങൾ കൃഷി സ്ഥലത്തിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കൃഷി സ്ഥലവും അതുപോലെ തന്നെ സമീപ സ്ഥലങ്ങളും പിന്നെ ടാറിങ്ങും അതുപോലെ തന്നെ മിക്സിംഗ് പദാർത്ഥം കൊണ്ട് ഒരു ഉറച്ച സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. അത് വയലുകളിൽ നിന്ന് ഈ നമ്മൾ സമീപ പ്രദേശമായ തോട്ടിലേക്കും ഒഴുകി ചെല്ലുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിഞ്ഞത്. കുടിവെള്ളത്തിനും കരുതുന്നുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ എടുത്തിരുന്നു. അതിൽ മാരകമായ കീടനാശിനി അടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2-3 പ്രാവശ്യം നമ്മൾ ഇവരെ പഞ്ചായത്തിൻ്റെ അധികൃതമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇവരെ മെഗാ കമ്പനി ആൾക്കാരെ വിളിച്ചിരുന്നു. അവരോട് നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കക്കൊന്നും വേണ്ടാന്നില്ല. നമ്മളെ കബളിപ്പിക്കുന്ന തീരുമാനമാണ് ഈ മെഗാ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 20-ലധികം കർഷകരാണ് പ്ലാന്റിൻ്റെ പ്രവർത്തനം മൂലം നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ നിന്നുള്ള സിമൻറ്റ് പൊടി പറന്ന് കാർഷിക വിളകളിൽ പറ്റിപ്പിടിക്കുന്നതിനാൽ ഇത്തവണ വിളവ് കുറഞ്ഞു. സമീപത്തെ റബ്ബർ തോട്ടത്തിലൂടെ മലിനജലം ഒഴുകി ജനവാസ മേഖലയിലെ കിണറുകളിലേക്കും എത്തുന്നുണ്ട്. പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നിരവധി തവണ മുന്നറിയിപ്പ് നൽകി. ഇത് കരാർ കമ്പനി മുഖവിലക്കെടുക്കാതായതോടെയാണ് ജില്ലാ കലക്ടറെ സമീപിച്ചത്. പ്രശ്നത്തിൽ കമ്പനിക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ പ്ലാന്റിൽ നിന്നാണ് മീങ്ങോത്ത് ഗ്രാമത്തിലുടനീളം മലിനജലം ഒഴുക്കിവിടുന്നത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ രാസപദാർത്ഥങ്ങളടങ്ങിയ വെള്ളമാണെന്ന് കണ്ടെത്തി. പരാതിയും നൽകി. ഒടുവിൽ പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടു. ജൂൺ 15-നകം മാലിന്യ സംസ്കരണത്തിന് പുതിയ പ്ലാന്റ് നിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ കരാർ കമ്പനിക്ക് നൽകിയ നിർദ്ദേശം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും കാത്തിരുന്ന സ്വപ്നപദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും മണ്ണിടിഞ്ഞും മലിനജലം നിറഞ്ഞും തങ്ങളുടെ ഇടങ്ങൾ അത് വാസയോഗ്യമല്ലാതാകുമോ എന്ന ആശങ്കയാണ് മീങ്ങോത്ത് ഉൾപ്പെടെയുള്ള ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും അതിന് ഓരത്തുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഏതായാലും അതിനൊക്കെ പരിഹാരമുണ്ടാവട്ടെ. സർക്കാരിൻ്റെ അധികൃതരുടെ ഇടപെടൽ മീങ്ങോത്തിന് സമാനമായി മറ്റിടങ്ങളിലും ഉണ്ടാവട്ടെ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാകുന്നു. നമസ്കാരം.